നമ്മൾ ഇന്ന് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ഫയൽ കണ്ടൻറ്റ് എങ്ങനെ നമുക്ക് റീഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യാം. അപ്പം നമുക്കതിന് ഓപ്പൺ എന്ന് പറയുന്ന സിസ്റ്റം കോൾ വെച്ച് ചെയ്യാം. രണ്ട് രീതിയിൽ ചെയ്യാം. അതിനകത്ത് നമ്മൾ ആദ്യം ഓപ്പൺ സിസ്റ്റം കോൾ ഉപയോഗിച്ചിട്ട് നമ്മളെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഓപ്പൺ സിസ്റ്റം കോൾ ചെയ്തു. അതിന് രണ്ട് ആർഗ്യുമെൻറ്റ്സ് മെയിൻലി കൊടുക്കേണ്ടത്. ഏത് ഫയലാണോ ഓപ്പൺ ചെയ്യേണ്ടത്, അപ്പോൾ ആ ഫയലിൻ്റെ കംപ്ലീറ്റ് നെയിം xx.txt എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്ത് ഏത് മോഡിൽ അത് റീഡ് ചെയ്യാനായിട്ട് റീഡ് മോഡ്. നമുക്ക് പല രീതിയിൽ ഫയലുകൾ ഓപ്പൺ ചെയ്യാം. റീഡ് ചെയ്യാനാണെങ്കിൽ റീഡ് മോഡ്, റൈറ്റ് ചെയ്യാനാണെങ്കിൽ റൈറ്റ് മോഡ്, അപ്പൻഡ് ചെയ്യാന്ന് വെച്ചാൽ റീഡും റൈറ്റും ചെയ്യണമെങ്കിൽ അപ്പൻഡ് മോഡ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഫയൽ പോയിൻ്ററാണ്. അപ്പോൾ ആ ഫയൽ പോയിൻ്റർ നമ്മളിവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫോർ ലൂപ്പിൽ ഈ ഫയലിലെ ഓരോ കണ്ടൻറ്റും എടുത്തിട്ട് നമ്മളത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. പ്രിൻ്റ് എക്സ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ആ പ്രോഗ്രാം. ഇത് തന്നെ നമുക്ക് വിത്ത് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. സോ വിത്ത് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ഈ പ്രോഗ്രാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, വിത്തും കൂടി എഴുതുക. വിത്തും കൂടി എഴുതാനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത ഫയൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും, ക്ലോസ് ചെയ്തോളും. അപ്പം ഓപ്പൺ സിസ്റ്റം കോൾ ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് ഫയൽ നെയിം മാത്രം കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഞാൻ ആസ് ഫയൽ എന്ന് കൊടുത്തു. അപ്പോൾ ഈ gk.txt എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്ത് ഫയൽ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് വന്നു. എന്നിട്ട് ഞാൻ ഫയൽ ഡോട്ട് റീഡ് എന്ന് പറഞ്ഞ് റീഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്തു. എനിക്ക് റീഡ് ഉപയോഗിക്കാം, റീഡ് ലൈൻ ഉപയോഗിക്കാം, അതേപോലെ റീഡ് ലൈൻസ് എന്ന് പറയുന്ന ഫംഗ്ഷനും അവൈലബിളാണ്. അപ്പോൾ ഈ റീഡ് ചെയ്ത സാധനങ്ങളെല്ലാം ഈ ഡേറ്റയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഫുൾ സ്ട്രിങ്ങുകൾ ഡേറ്റയിലോട്ട് റീഡായി വന്ന് കിടപ്പം കാണും. എന്നിട്ട് നമ്മൾ അതിനെ പ്രിൻറ്റ് ചെയ്യുന്നു, സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യുന്നു. ഈ രണ്ട് പ്രോഗ്രാമും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം ഫയൽ 1 ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഫയലിൻ്റെ നെയിം. അപ്പം ഞാൻ ഫയൽ 1 python3 file1.py എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് xx.txt ഫയലിലെ കണ്ടൻറ്റാണ് ഇത്. ഇത്രയും ഡിസ്പ്ലേ ആയി. ഇത്രയേ ഉള്ളൂ. ഇതേ റിസൾട്ട് തന്നെയായിരിക്കും. ഇപ്പം ഞാൻ വിത്ത് ഓപ്പൺ ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫയലിലെ കണ്ടൻറ്റ് ലിസ്റ്റിലോട്ട് എങ്ങനെ അപ്പൻഡ് ചെയ്യുമെന്ന്. അവിടെ ഒന്നും വ്യത്യാസമില്ല. ഫയൽ നമ്മൾ ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്തു, ഒരു empty ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ലിസ്റ്റിലോട്ട് ഓരോ എക്സുകളും അപ്പൻഡ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ ആ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ അത് പാടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓഡ് ലൈനുകൾ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം നമുക്ക് നോക്കാം. ഒന്നുമില്ല, ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, റീഡ് ലൈൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എൻ്റയർ ലൈൻസ് റീഡ് ചെയ്ത് കണ്ടൻറ്റിനകത്തോട്ട് സ്റ്റോർ ചെയ്തു. അപ്പോൾ കണ്ടൻറ്റ് ഓഫ് 0 ഫസ്റ്റ് ലൈൻ ഉണ്ടാവും, കണ്ടൻറ്റ് ഓഫ് 1 സെക്കൻഡ് ലൈൻ ഉണ്ടാവും. അങ്ങനെ എടുത്തു. ഇനി ഞാൻ കണ്ടൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് len ഫംഗ്ഷൻ ഉപയോഗിച്ചു. എന്നിട്ട് രണ്ടിടവിട്ട് ഈ കണ്ടൻറ്റുകൾ പ്രിൻറ്റ് ചെയ്ത് എനിക്ക് ഓഡ് ലൈൻസ് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.